ഫ്രഷ് ആവും. ഇതാരാ ഈ ടൈമില്? എന്താ ഇവിടെ എന്റെ വീട്ടില്? ഒന്നുമില്ല, എല്ലാ പ്രാവശ്യവും എന്നോട് തോറ്റുകൊണ്ടിരിക്കുകയല്ലേ നീ. ഈ പ്രാവശ്യം അത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിന്റെ ഈ അഹങ്കാരം പിടിച്ച മുഖം കാണാൻ കാരണം തോറ്റു കഴിഞ്ഞ് നീ കാറ്റിയുടെ ബലൂണാവില്ലേ? ഞാൻ തോക്കുന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അതിനുവല്ല ജ്ഞാന ദൃഷ്ടിയൊന്നും വേണ്ടല്ലോ. നീ എന്നും എന്റെ മുമ്പിൽ തോക്കാറല്ലേ ഉള്ളൂ. ഇത്തവണ ഞാൻ തന്നെ വാങ്ങും ടോപ്പ് 1 എന്ന കമ്പനി ലേബലും ബിസിനസ് മാൻ ഓഫ് ദ ഇയറും. നമുക്ക് കാണാം. കാണാം. നീയാണ് ഇത്തവണ ജയിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ നിനക്ക് ശല്യമായിട്ട് വരില്ല. ഞാൻ എന്റെ മാനേജർ സ്ഥാനം ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോകും. എന്നാ നീ പെട്ടി പാക്ക് ചെയ്തോ മോനെ. മറിച്ച് നീയാണ് തോക്കുന്നതെങ്കിലോ? സെയിം. പിന്നെ ആരും എന്നെ കാണില്ല. ഓക്കെ. നിനക്ക് പറ്റും സുഖേ. നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടും തരണം ചെയ്ത് ഇതുവരെ വരാമെങ്കിൽ യു ക്യാൻ. ആരാ മോനെ? ആരുമില്ല മമ്മി, എൻ്റെ ഒരു ഫ്രണ്ടാണ്. നുണ പറയലേടാ, അത് അയാളല്ലേ ആ ബീബിക്കാരൻ? അതെ മമ്മി, ഇപ്രാവശ്യം ഞാൻ ജയിക്കും മമ്മി. എങ്ങനെ? വേറെ ലൈറ്റ് ഓഫ് ആക്കി കിടക്ക്. നാളെ 9 മണിയാകുമ്പോ നിനക്ക് അവിടെ എത്തണ്ടേ? രാത്രി 9 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് വിഷമാകുന്നില്ലേ? വിഷമൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ മാനേജർ ഇല്ലേ നില മിൻഷുക, അതിനെനിക്കിഷ്ടാ. പാവഞ്ചൊക്കെ ആടാ. പിന്നെ ആരോടും ചിരിക്കാത്ത കണ്ണീച്ചോരില്ലാത്ത സാധനം. അവനിങ്ങനെ തീർന്നതാടാ. എങ്ങനെ? അതിനാകെ ഇപ്പൊ 28 വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അവരുടെ കമ്പനി ടോപ്പ് 2-ല്. എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ നിലയിലെത്തിയത്. മാത്രമല്ല അവന്റെ അച്ഛൻ അവനെയും അമ്മയെ ഉപേക്ഷിച്ച് 8 വയസ്സുള്ളപ്പോ പോയതാണ്. അവന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പഠിപ്പിച്ചത്, വലുതാക്കിയത്. അതുകൊണ്ട് അച്ഛൻ എന്ന് പറയണ എന്നെ അവന്റെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയുടെ ഒരു വാക്ക് പോലും ധിക്കരിക്കൂല. ഈ ലോകത്താണ് ആരുടെയെങ്കിലും വാക്കനുസരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അമ്മയുടെ മാത്രമാണ്. ഓ, അതാണല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അമ്മക്ക് ഇതൊക്കെ എങ്ങനെ അറിയാ? അവൻ എന്റെ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നത്. അവൻ അവരെ ഉപേക്ഷിച്ച് പോയത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പാവങ്ങൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു. നിനക്ക് അവിടുത്തെ ജോലി കണ്ടെങ്കിൽ വേണ്ടടാ. 1 മാസല്ലേ, അത് കഴിഞ്ഞ് നീ അത് വിട്ടുപോന്നോ? ജീനി, കിടക്കണ്ടേ? ജോണേട്ടാ, ഞാൻ വരുന്നു. മോനെ, വേഗം കിടന്നുറങ്ങിട്ടാ, രാവിലെ എഴുന്നേറ്റ് പോണ്ടേ? ഡാഡി, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കിടന്നോളാം. മോനെ, ഞങ്ങൾ പോണിട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറുതെ അല്ല ആരോടും ചിരിക്കാത്തത്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. പാവം. ഹലോ ഇൻബോ. ഹലോ, ആരാ? എവിടെന്നാ? ഇത് ഞാനാടാ, ജിമിൻ. പറയ്. നീ ഉറങ്ങുമായിരുന്നു? അല്ലടാ, കുളിക്കായിരുന്നു. ഷവറിന്റെ ശബ്ദം കേട്ടില്ലേ? ഒരൊറ്റ ചവിട്ടൊന്നുണ്ടല്ല. പാതിരാത്രിക്ക് വിളിച്ചിട്ടവൻ കാര്യം പറയടാ തേണ്ടി. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. പ്ലീസ് നീ ഒന്ന് എണീക്ക്. എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. എന്താടാ, എന്തുപറ്റി? നിനക്ക് നമ്മുടെ ബോസിന്റെ പാസ്റ്റ് അറിയോ? ഇല്ല. നീ ഇപ്പൊ എന്തിനാ അയാളെ പറ്റി പറയണത്? ഞാൻ പറയുന്നത് നീ കേൾക്ക്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ 7 പേജയും നിയോണിന്റെ ഒക്കെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്തേ? ഓക്കെ, എന്നാ നീ എല്ലാവരും വിളിക്ക്. കോൺഫറൻസ് കോൾ. എടാ, നിനക്ക് നാളെ കാണുമല്ലോ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. നീ വിളിക്കടാ പ്ലീസ്. ഈ ചെറുക്കൻ. എല്ലാവരും നാളെ കുറച്ചുകൂടെ നേരത്തെ വരണോട്ടാ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എല്ലാവരും നാളെ വേഗം വന്നാ മതി. ഓക്കേടാ. ഓക്കെ ജിമിൻ. ഓക്കെ. ഇനി 2 പേജല്ലേ ഉള്ളൂ, വായിച്ചു കിടക്കാം. അവന്റെ ഉള്ളിൽ പ്രണയം മുട്ടിരുന്നു. ആ 2 മോതിരങ്ങളുടെയും മാന്ത്രിക ശക്തിയാൽ അവർ ഒന്നിക്കുന്നു. ദ ടെയിൽ ഓഫ് ട്യൂറിങ്സ്. ഇതുപോലെ ഈ മാന്ത്രിക മോതിരം എനിക്കും കിട്ടിയെങ്കിൽ. എന്തിന്? എനിക്ക് വട്ടായ ആരുള്ളി പ്രണയം ഉണ്ടാക്കാൻ. തലക്കോളം വട്ടായെന്ന് തോന്നുന്നു. മിണ്ടാതെ കിടന്നുറങ്ങി ജിമിനെ. നാളെ നേരത്തെ പോണ്ടേ? പിന്നെ പ്രണയേ, അത് കഥയാണ്. ജീവിതത്തിൽ മാന്ത്രിക മോതിരവും ഇല്ല, പ്രണയവും ഇല്ല. പ്രണയം ചിലപ്പോ ഉണ്ടായിരിക്കും. മമ്മി, ഞാൻ ഇറങ്ങിട്ടാ. ഒരു സ്പൂണും കൂടി തിന്നടാ. മതി. ഒരെണ്ണം കൂടി. ഈ അമ്മ ഇത് ലാസ്റ്റ്. ഒരെണ്ണം കൂടി. അത് അമ്മനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ അമ്മനെ കൊണ്ട് തായോ. അവനെ വിട്ടേക്ക് ജീനി. നേരത്തെ അവന് ഓഫീസിൽ എത്താണെന്ന് പറഞ്ഞില്ലേ? അവൻ പൊക്കോട്ടെ. 1 സ്പൂണും കൂടി. സെക്കൻഡ് കോലം കണ്ട മെലിഞ്ഞ ചുള്ളിക്കാൻ പോലായിട്ടുണ്ട്. ഡാഡി. ജീനി,
എന്താ മനുഷ്യ? ഒന്നുമില്ല, നീ അവനെ കഴിപ്പിച്ചിട്ട് വിട്ടാ മതി. ഡാഡി ഇഹി. എല്ലാരും വന്നോ? ഇല്ല, മോൻഹു കൂടി എത്താനുണ്ട്. ഇല്ല, ഞാനെത്തി. ജിമിൻ എന്നെ കാത്തിരുന്ന് ക്ഷീണിച്ചോ? ഓ, കാത്തിരിക്കാൻ പറ്റിയ സാധനം. ഓ, നിങ്ങളൊന്ന് തല്ലു പിടിക്കാതിരി. സമയം 8 ആയിട്ടുള്ളൂ. 1 hour ഉണ്ട്. വേഗം പറ. അതെ, നമ്മൾ എന്തോരം തെറി വിളിച്ച് ചീത്താർന്നു. അതെ, പാവം. വെറുതെ അല്ല സാർ അങ്ങനെ ആരോടും മിണ്ടാത്തതും ചിരിക്കാത്തതൊക്കെ. അതെ, സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്ത്? പാവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. എന്തുറ്റി? ഇന്നലെ എന്നെ ഡാഡി വിളിക്കാൻ വന്നപ്പോ ഡാഡി പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. നമ്മുടെ ബോസിന്റെയോ? എന്തിന്? ആ, ബോസിന്റെ അമ്മ രാവിലെ വീണിരുന്നു. അവർക്ക് എങ്ങനെ ഉണ്ടെന്നറിയാൻ. അവിടെ ഞാൻ ചെന്നപ്പോ സാർ ആരോടോ തർക്കിക്കായിരുന്നു. സാറ് നിന്നെ കണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചു നിന്നു. ബിബി കമ്പനിയുടെ മാനേജർ എന്നാ കേട്ടത്. നിങ്ങൾക്കറിയോ? ആടാ, നമ്മുടെ മുഖ്യ ശത്രുവാണ്. ഓ, അതാണ് സംഭവം. എന്തുപറ്റി? അവർ തർക്കിച്ചിരുന്നത് ഇതിനെ പറ്റിയാ. സാർ ഇപ്രാവശ്യം ടോപ്പ് 1 വാങ്ങിച്ചിരിക്കും. പിന്നെ സാർ അയാൾ പോയി കഴിഞ്ഞ അമ്മയോട് പറഞ്ഞത് എന്നെ ശരിക്കും ഞെട്ടിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ ജയിക്കും മമ്മി. എങ്ങനെ? കാരണം എനിക്ക് എന്റെ എംപ്ലോയീസിന് വിശ്വാസമാണ്. അവരെന്നെ ചതിക്കില്ല. പിന്നെ അമ്മ പറഞ്ഞ ജിമിൻ, അവൻ ഹാർഡ് വർക്കിംഗ് ആണ്. ചലഞ്ചുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. വാശിയുമുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഞാൻ അവരെ വിശ്വസിക്കുന്നു. അതെ, നമ്മളെ ഒരുപാട് വിശ്വസിക്കുന്നു. സാറിനപ്പം നമ്മൾ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച സാറ് നമ്മളെ ശ്രദ്ധിക്കാറ് പോലുമില്ലാന്ന്. പാവം സാറ് നമ്മളെന്തായാലും കുറ്റം പറഞ്ഞു. സാറിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് സാറിന് വേണ്ടി ടോപ്പ് 1 ലെവൽ വാങ്ങിച്ചു കൊടുത്താലോ? ഞങ്ങൾ റെഡി.